ഡൽഹിയിൽ AICC ആസ്ഥാനത്ത് വന്ദേമാതരം പൂർണ്ണമായി തന്നെ പാടിയിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മല്ലികാർജ്ജുന ഖാർഗെയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അടക്കം അക്ഷരാർത്ഥത്തിൽ ഞെട്ടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. അതിനെ ഓഫാക്കാനായിട്ടൊക്കെ ഒരു ആംഗ്യം കാണിക്കുന്ന രീതി വന്ദേമാതരം രണ്ട് ഖണ്ഡിക പൂർണ്ണമായി രണ്ട് ഖണ്ഡിക കഴിഞ്ഞതിനു ശേഷം ഇവർ മൂന്നുപേരും അസ്വസ്ഥരാകുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ഡൽഹിയിൽ നടന്നത്. ഒരു നാടകീയമായ ഒരു നീക്കം AICC ആസ്ഥാനത്ത് നടന്നു. കോൺഗ്രസ് എന്തുകൊണ്ടാണ് ദേശീയ ഗീതം കേൾക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻ ഈ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് തോന്നുന്നത് എന്ന കാര്യം ആർക്കും അറിയില്ല. ദേശീയ ഗാനത്തിന് നൽകുന്ന അതേ പ്രാധാന്യം തന്നെ വേണം ദേശീയ ഗീതത്തിനും നൽകാൻ. അങ്ങനെ ഒരു നിയമം വരാൻ വൈകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 6 ഖണ്ഡിക ആലപിക്കണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹിയിൽ AICC ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായി തന്നെ ആലപിച്ചപ്പോൾ മല്ലികാർജ്ജുന ഖാർഗെയും സോണിയാഗാന്ധിയും പിന്നാലെ രാഹുൽ ഗാന്ധിയും അസ്വസ്ഥനാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ആദ്യമേ തന്നെ കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ഈ ഒരു നിർദ്ദേശം, അതായത് പൂർണ്ണമായി തന്നെ ഇനിയുള്ള സർക്കാർ പരിപാടികളടക്കം ജനഗണമന പാടുന്നതിനോടൊപ്പം തന്നെ വന്ദേമാതരവും കൂടി പാടണം. അതായത് ഫസ്റ്റ് വന്ദേമാതരം, അതിനുശേഷം ജനഗണമന പാടണം. അത് 2 ഖണ്ഡിക മാത്രം പാടിയാൽ പോരാ, പൂർണ്ണമായി തന്നെ പാടണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നതാണ്. ഇപ്പോൾ AICC ആസ്ഥാനത്ത് വെച്ച് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു പ്രഖ്യാപനത്തോട് ഒപ്പം നിൽക്കുന്നു, അല്ലെങ്കിൽ ഉറച്ചു നിൽക്കുന്ന ചില മുതിർന്ന നേതാക്കൾ വന്ദേമാതരം പൂർണ്ണമായി തന്നെ ആലപിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കണ്ടത്. കോൺഗ്രസ് ദേശീയ ഗീതം പാടുമ്പോൾ 2 ഖണ്ഡികയാണ് എക്കാലത്തും പാടാറുള്ളത്. അത് 1937 AICC അംഗീകരിച്ചതുമാണ്. തുടർന്നാണ് അന്നു മുതൽ വന്ദേമാതരത്തിന്റെ 2 ഘടകങ്ങളാണ് കോൺഗ്രസ് എക്കാലത്തും പാടി വന്നുകൊണ്ടിരുന്നത്. ഇത്തവണ മുഴുവനായിട്ട് ആലപിക്കുന്ന സമയത്ത് തന്നെ 2 ഭാഗം കഴിഞ്ഞപ്പോൾ തന്നെ സോണിയാഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഒരു ഇറിറ്റേഷൻ ആവുന്ന, ഒരു അസ്വസ്ഥരാകുന്ന ഒരു കാഴ്ച. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കുന്നു. ഇത് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ആര് പറഞ്ഞു? മുഴുവൻ വന്ദേമാതരത്തിന്റെ മുഴുവൻ വേർഷനും ഇടാനായിട്ട് ആരാണ് പറഞ്ഞത് എന്നടക്കമുള്ള ഒരു എക്സ്പ്രഷൻ മല്ലികാർജ്ജുന ഖാർഗെ സോണിയാഗാന്ധിയുടെ മുഖത്ത് നോക്കി കാണിക്കുന്നുണ്ട്. തിരിച്ച് സോണിയാഗാന്ധിയും അതേപോലെ എനിക്കൊന്നും പറഞ്ഞുകൂടാ എന്ന രീതിയിലേക്ക് നോക്കി ഒരു ഇറിറ്റേഷൻ ആവുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. അപ്പുറത്ത് ഒരു 2 സ്റ്റെപ്പ് മാറി നിന്ന് ഇതെല്ലാം എന്താണ് നടക്കുന്നത് രാഹുൽ ഗാന്ധി ഇങ്ങനെ എത്തി നോക്കുന്നുമുണ്ട്. പക്ഷെ കൊച്ചുകുട്ടിയായതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വലിയ അറിവൊന്നുമില്ല. ഈ ദൃശ്യം പുറത്തു വന്നതിന് കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ഒരു തലവേദന തന്നെ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് മിക്ക സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട്. ഇത് BJPക്ക് ഏറ്റവും വലിയൊരു തുറുപ്പ് ചീട്ടായി മാറുന്നു. അതായത് കോൺഗ്രസ് എല്ലാ കാലത്തും വലിയ ധീരത അല്ലെങ്കിൽ ഒരു ആദർശം പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അവർ ഗാന്ധിജിയുടെ വഴിയിലേക്ക് പോകുന്ന, അതായത് ഗാന്ധിജി സഞ്ചരിക്കുന്ന അതേ പാതയിലേക്ക് പോകുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നൊക്കെ പറയുന്നു. അവർ ഇട്ടിരിക്കുന്ന ഖാദി ഡ്രസ്സുകളൊക്കെയാണ് അവർ ഇടുന്നത്. വലിയ ആദർശമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. നമ്മുടെ ഭാരതമാണ് ഏറ്റവും വലിയ വലുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ കോൺഗ്രസ് നേതാക്കന്മാർ ഈ വന്ദേമാതരം പോലും അവർക്ക് പൂർണ്ണമായി പാടുമ്പോൾ അവർക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നു, ഇറിറ്റേഷൻ ഉണ്ടാകുന്നു. ഇതാണോ രാജ്യഭക്തി? ഇതാണോ ദേശീയഭക്തി? ഇതാണോ കോൺഗ്രസ് എന്നടക്കമുള്ള ചോദ്യങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പുകളിലടക്കം, അടുത്ത വർഷം നടക്കുന്ന ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിലടക്കം BJPക്ക് ഉന്നയിക്കാനുള്ള ഏറ്റവും വലിയ ഒരു വജ്രായുധമായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തന്നെ കോൺഗ്രസിനോട് ചോദിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദനയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് കോൺഗ്രസിനൊരു തിരിച്ചടിയായി തന്നെ മാറും. അവരെ വെട്ടാനുള്ള ആയുധം കോൺഗ്രസ് തന്നെ ജനങ്ങളുടെ കയ്യിലേക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് ഉള്ളതാണ് ഏറ്റവും പ്രധാനം. വന്ദേമാതരം കഴിഞ്ഞ ശേഷം കോൺഗ്രസ് ആസ്ഥാനത്ത് ദേശീയ പതാക ഉയർത്തി അതിനുശേഷം സല്യൂട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ ഇത് പുറത്തു വന്നിട്ടുണ്ട്. കോൺഗ്രസ് പറയുന്നത് വന്ദേമാതരത്തിന്റെ 2 ഖണ്ഡിക അത് കഴിഞ്ഞാൽ മറ്റു ഭാഗങ്ങളെല്ലാം രാജ്യത്തിന്റെ ഐക്യത്തിന് വിരുദ്ധമാണെന്നാണ് കോൺഗ്രസ് പറയുന്നത്. എത്രത്തോളം ആലപിക്കുന്നു എന്നറിയില്ല. റബീറ്റ്, 2 ഖണ്ഡിക കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം ഈ രാജ്യത്തിന്റെ ജനങ്ങളുടെ ഐക്യവുമായി ബന്ധപ്പെട്ട ആണ്. അത് ഐക്യത്തിന് അത് വലിയ രീതിയിലുള്ള ഒരു വിള്ളൽ ഉണ്ടാക്കും എന്നൊക്കെയാണ് കോൺഗ്രസ് പറയുന്നത്. സ്വാഭാവികമായി ഈ ഒരു പരിപാടി ചാർട്ട് ചെയ്യുമ്പോൾ AICCയിലെ മുതിർന്ന നേതാക്കളായിരിക്കണം ഈ ഒരു പരിപാടി ചാർട്ട് ചെയ്യുന്നത്. അതായത് എക്കാലത്തും അങ്ങനെ തന്നെയാണ്. AICCയിലെ മുതിർന്ന നേതാക്കളാണ് ഈ സ്വാതന്ത്ര്യദിനവും അതോടൊപ്പം തന്നെ അവിടെ നടക്കുന്ന എന്തെങ്കിലും ഒരു വലിയ പരിപാടികളൊക്കെ ചാർട്ട് ചെയ്യുന്നത്. ആരാദ്യം പ്രസംഗിക്കണം, രണ്ടാമത് ആര് പ്രസംഗിക്കണം എന്നൊക്കെയുള്ള ചാർട്ട് തയ്യാറാക്കുന്നതെല്ലാം കോൺഗ്രസിലെ
മുതിർന്ന നേതാക്കളാണ്. അപ്പോൾ അവർക്ക് ഈ കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു നിർദ്ദേശത്തോട് അവർ പൂർണ്ണമായി സഹകരിക്കുന്നു എന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നീക്കം അല്ലെങ്കിൽ ഒരു തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ സോണിയാഗാന്ധിയും രാഹുലും മല്ലികാർജ്ജുന ഖാർഗെയൊക്കെ അവസാന നിമിഷമാണ് അവരുടെ കയ്യിലേക്ക് ഈ ചാർട്ട് പേപ്പർ ആരാണ് പ്രസംഗിക്കേണ്ടത് എന്നടക്കമുള്ള മറ്റ് ലിസ്റ്റുകളൊക്കെ കിട്ടുന്നത്. ഇവരാരും ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഇത് കോൺഗ്രസിലെ നേതാക്കൾ വന്ദേമാതരം പൂർണ്ണമായി തന്നെ ആലപിക്കണം എന്നുള്ള താല്പര്യം അത് കോൺഗ്രസിലെ ഇടയിൽ തന്നെ കുറച്ച് പേർക്ക് ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് അതിൻ്റെ ഒരു താല്പര്യം ഉണ്ടായി എന്നതിൻ്റെ ഒരു തെളിവാണ് മുഴുവനും വന്ദേമാതരത്തിൻ്റെ മുഴുവൻ വേർഷനും പ്ലേ ചെയ്യുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാർ പറയുന്ന അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രാലയം പറയുന്ന ഒരു കാര്യമുണ്ട്, വന്ദേമാതരം മുഴുവനായി കേൾക്കുന്ന സമയത്ത് അത് പാടുന്ന സമയത്ത് അറ്റൻഷനായിട്ട് തന്നെ നിൽക്കണം. ഒരു തരത്തിലും നമ്മുടെ ശരീരം അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങി അതിനെ അനാദരവ് കാണിക്കാൻ പാടില്ല എന്ന് കേന്ദ്ര സർക്കാർ തന്നെ അവരിറക്കിയ നിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട്. പക്ഷേ വന്ദേമാതരം ആ 2 ഖണ്ഡിക കഴിഞ്ഞതിന് ശേഷം പിന്നെ മല്ലികാർജ്ജുന ഖാർഗെ തല താഴ്ത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യം, സോണിയാഗാന്ധി വലിയ രീതിയിൽ ഇറിറ്റേഷനായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്ന ഒരു സാഹചര്യം, മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ അതിനെയൊക്കെ അപമാനിക്കുന്ന ഒരു തരത്തിലേക്ക് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇത് വരും ദിവസങ്ങളിൽ എന്തായാലും ഇതിനെപ്പറ്റി ഒരു ചർച്ച എന്തായാലും കോൺഗ്രസിന്റെ ആസ്ഥാനത്ത് ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം ആരാണ് ഇത് മുഴുവനായിട്ട് പ്ലേ ചെയ്യാനുള്ള അല്ലെങ്കിൽ മുഴുവനായിട്ട് ഈ ഗാനം ആലപിക്കാനുള്ള ഒരു പ്ലേ ചെയ്യാനുള്ള ഒരു നിർദ്ദേശം ആര് നൽകി, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നടക്കമുള്ള ഒരു വിശദീകരണം എന്തായാലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ദിവസങ്ങളിൽ മാധ്യമങ്ങൾക്ക് കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടാകും. എന്തായാലും ഇത് കോൺഗ്രസ് ജനങ്ങൾക്ക് കൊടുത്ത അല്ലെങ്കിൽ BJPക്ക് കൊടുത്ത ഒരു വലിയൊരു ആയുധം തന്നെയാണ്. അത് എന്നെ വന്ന് വെട്ടിക്കോളൂ എന്നുള്ള എൻ്റെ ഭാഗത്തൊരു തെറ്റുണ്ടാക്കി നമ്മൾ തന്നെ പച്ചയ്ക്ക് ഈ ദേശീയ ഗീതത്തിനെ അല്ലെങ്കിൽ വന്ദേമാതരത്തിനെ അപമാനിച്ചു എന്ന് കോൺഗ്രസ് തന്നെ പറയാതെ പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്.